അണ്ണാ ചീച്ചിയുടെ അടിയായിരുന്നു അണ്ണാ. പോയി മുതുകിന്റെ മണ്ടയ്ക്കോട്ട് പോയി അവന്മാര്. എവിടെ എവിടാ പോയി അവൻ പോയി മുങ്ങി. റേഡിയോ അടിയായി അടിയായി പോയെന്ന് പിടിച്ചടിക്കാം. അതാണ് എന്തായാലും അടിയായില്ല. ലൂപ്പില് പെട്ടു നമ്മൾ. ഇതെന്താ ഇത് സോൾവ് ആയതല്ലേ വീണ്ടും? ഒരു 100ഓളം പേരുണ്ട്. അല്ല ഇതെന്താണ് സിറ്റുവേഷൻ ആദ്യമായിട്ടാണ്? എന്നെ തെല്ലാൻ വന്നേനാ. വണ്ടി എടുക്കണോ? നിക്ക് അടിയായോ? എടാ എന്തൊരു കഷ്ടം. അപ്പൊ ഒരു വണ്ടി എടുത്തോ പാപ്പാ. ആ വണ്ടി എടുത്ത നമ്മൾ എത്ര പേരുണ്ട്? എന്ത് നമ്മള് 14 പേരുണ്ട്. എടാ ചന്ദ്രബോസെ ഉള്ള തുണിയും ചട്ടിയൊക്കെ പട്ടിക്കൂടെ എടുത്തിട്ട് അടിവായിരുന്നു വാങ്ങോട്ട്. ഇവിടെ വിമാനം വരണ്ടേ? എവലുണ്ട് എന്തൊക്കെ തരം ആൾക്കാർ. ഹലോ കത്തിയെന്ന് തോന്നുന്നു. അവിടെ ഓടാക്കാൻ പോയേക്കുവാ. എന്താ ഇതൊക്കെ ഗുരുല്ലേ? ഇത് ഫുള്ളാ പോയിട്ട് പോട്ടെ. ഇത് നമ്മള് പോയി ആദ്യം അടയാവേ. ഞാൻ വണ്ടി എടുത്തോണ്ട് ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? 5 പേര് വേണം ഫ്രണ്ട് നിൽക്കാൻ. 5 പേരുടെ ആവശ്യമല്ല, ഒറ്റയ്ക്ക് പോയി കയറാൻ ഞാനെത്താ. പട്ടണത്തല്ല 14 പേരുടെ ഇടയ്ക്കോട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി കയറാം. പണ്ട് പബ്ജി കളിക്കുമ്പോ തൊട്ട് എനിക്ക് അനാവശ്യ കോൺഫിഡൻസ് തന്ന് എന്റെ ഫ്രണ്ട് റൂമിൽ കയറ്റി ഉറക്കണത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ പക്ഷെ പറഞ്ഞില്ല ഞാൻ സപ്പോർട്ട് ചെയ്യാൻ. സോൾവ് ആക്കണം ബ്രോ. ഡെയിലി ഇത് സോൾവ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്താണിത്? ഇതെന്താ ഇഷ്യൂ നോക്കണ്ടേ? ലക്ഷ്മേനിയന്മാർ അതെ സ്റ്റീവ്. എവിടെ ആണെന്ന് പറഞ്ഞേ? ഒരു രക്ഷോട്ടോ നോക്കി ഇങ്ങോട്ട് പോയിക്കണേ. ഹലോ 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 പോയെന്തോന്ന് വാ തപ്പ. അല്ല ഇപ്പൊ എന്താ സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞാ? സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞേ? ഹലോ ഇവൻ വന്നിട്ട് നമ്മളവിടെ നിക്കുവായിരുന്നു വണ്ടി. ഇവ പയ്യെ വന്നിട്ട് ബാക്കിൽ നിന്ന് ഇവൻ നമ്മള് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ആദ്യം. എന്നിട്ട് ബാക്കിൽ നിന്ന് ഇവൻ നമ്മുടെ വണ്ടി ഇടിച്ചിട്ട് എന്നെ വീഡിയോ ആക്കി. ഞാൻ ബ്രോ ഇത് ഇടിക്കേണ്ട ആവശ്യം എന്താന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ ചോദിച്ചാൽ കൊണക്കേണ്ട ആവശ്യം എന്താന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കൊണക്കെ നീ ആരാന്ന് ചോദിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞ നീ പോണ കണ്ടീന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തോണ്ട് അപ്പഴാ അടിച്ച മുടി. കത്തിരുന്നോ ബാല പറയുന്ന പോലെ തോന്നി. ഇല്ല എനിക്കിഷ്ടമില്ല. എനിക്ക് എനിക്ക് ആരും കണ്ടുകൂടട്ടെ. അവര് ടീച്ചറുടെ വണ്ടി എടുത്തോണ്ട് അവന്മാര് പോയടാ. ഇവിടുന്ന് രക്ഷപ്പെട്ടോ അവന്മാര്. ഇവിടെ മുതുക്കിൽ ആരൊക്കെ എടുത്ത് തല്ലുന്നല്ലോ? ഈ ചന്ദ്രനെ വല്ലോണം എടുത്തിട്ട് അടിക്കുന്നേ? 5 പേര് ചേർന്ന് തല്ലുന്നു. ചന്ദ്രനെ എന്താ തോന്നുന്നു? ഹലോ ചന്ദ്ര. ഗ്യാങ് വണ്ടി എടുത്തോണ്ട് പോയി. നിങ്ങളൊന്ന് സെറ്റ് ആവോ? എന്നാ ബാക്കിയുള്ളവർ പപ്പന്റെ ബാഗുണ്ട്. പപ്പ എല്ലാരും സെറ്റ് ആയി. വണ്ടി എടുത്തും സെറ്റ് ആയി. അവന്മാര് ഇപ്പൊ വരും. വണ്ടിയിലാണ് എപ്പോ പറഞ്ഞോട്ടെ. എവിടെ വാസനോടാ? ഞാൻ എവിടെ ഉണ്ട്? എവിടെ ഉണ്ട്? എടാ ഞാൻ ഈ F8 എടുത്തിട്ട് എന്നൊക്കെ ആ സാധനം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അന്നൊക്കെ എനിക്ക് മുട്ടം PL വരും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി അതാണോ ഡീഡോസ്? അത് വെച്ചിട്ടാണോ ഇവര് ഡീഡോസ് അടിക്കണത്? വീട്ടിലല്ലോടാ ആരോ ബ്രോ അർജന്റീന ഫാനോ? എന്താ പരിപാടി?
അതെ വാസുമോൻ ചത്തോ? ഞങ്ങളിവിടെ ഗുണ്ടാ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. അണ്ണ എന്ത് പണി കാണിച്ചത്? എടാ ഞാനാണോ അതിന്റെ എടുത്ത് സിറ്റുവേഷൻ ആയില്ലേ? ഞാനല്ലോ സിറ്റുവേഷൻ എടുത്ത് ഞാൻ അപ്പാപ്പന്റെ കൂടെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഒരുത്തന്റെ ബാക്കിയായിട്ട് ആണി നമുക്ക് രക്ഷവും പോയി അണ്ണനുണ്ട് ജീവനോടെ. നമ്മളെ മനസ്സിലേ കഫേയിൽ കേറിട്ടെ കാപ്പി പറഞ്ഞ് കാശ് പറഞ്ഞ് കുത്തിന് പിടിച്ച് അവിടുത്തെ ബാഗിൽ ചവിട്ടി കയറ്റി കാശ് വാങ്ങിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പല്ലേ പറഞ്ഞ വേറെന്ന് അപ്പൊ വന്നെ ഊരടിച്ച് വന്നില്ലേ നമ്മള് പൈസ നമ്മള് സിറ്റിസൺ ഡ്രസ് ആയിരുന്നു ഗ്യാങ് വണ്ടി അവർക്ക് പോയി. ആ ഇപ്പൊ ഒന്ന് ഇപ്പൊ ഒന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഊരി കളയുന്നില്ലാണ്. ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 45 മെമ്പർഷിപ്പ് ബ്രോ. എന്തൊക്കെയുണ്ടാ, സുഖാണോ? പിന്നെ പരമസുഖം. നീ പൂളി കിടക്കുന്നുണ്ടേ പിന്നെ ഇപ്പഴാ ആരെ പൂളി പൂളൂലല്ല നമ്മളുള്ള ഹോസ്റ്റേ കൊണ്ടുപോയത്. ഹലോ കുട്ടി അണ്ണാ അണ്ണാ പോടാ പോവാം പോവാം. വണ്ടി വിട്ടോ വണ്ടി വിട്ടോ. ഞാൻ പറഞ്ഞ ആളുണ്ടെങ്കിൽ പഠിക്കാം. ആളുണ്ടോ? അടിച്ചു കൊല്ലോ, ഒന്നെങ്കിൽ അടിച്ചു കൊല്ലേ. ചുമ്മാ ചുമ്മാ നീ പെട്ടടിക്കൊന്നല്ലേ? എടാ ഇവനൊക്കെ ഏതാടാ ഈ വണ്ടി? ഇത് ആരാടാ? കത്തി കത്തിയതാ കത്തിയത്. സൂറി 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 കത്തിലാണ് കണ്ണി തല എടാ ഇത് എന്താ ഇത് സിറ്റുവേഷൻ ആക്കാനാണ് അവൻ കൈപൊക്കി നിൽക്കുന്നത്. അവൻ കോൾ കൊടുക്കുന്നത്. ഹലോ എല്ലാരും കൂടി ഇവിടെ എത്തുവേ. 23 PL അതാണ് പ്രശ്നം. ഇത് എന്താണ് എനിക്ക് മനസ്സിലാവണില്ല. അല്ല വാസന കഴിയുമ്പോട്ടെ അമ്മമാർക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് പ്രശ്നമോ? അമ്മാരുടെ വണ്ടി എത്തി ഇവിടെ. അമ്മാരുടെ അടുത്ത വണ്ടി എത്തി. എടാ ഇത് അടിക്കുവാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. പറ നീയൊക്കെ പിന്നെ എന്തെടുത്തോണ്ടിരിക്കണ? ഞങ്ങൾ പൊട്ടനെ പോലെ നിൽക്കുന്ന പിന്നെ എന്തിനാ? അണ്ണാ ഇവര് സംസാരിക്കുന്നത് അടിക്കണ്ട വാസന അടിക്കണ്ട വാസന അടിക്കണ്ട അടിക്കണ്ട ഞാൻ അടിച്ചില്ല. എടാ ഈ PL ഉള്ള സമയത്ത് പയ്യെ വാടാ, അല്ല കത്തുവാടാ. നീഗൽ റോഡിലില്ല, നീഗൽ റോഡില്ലെന്ന് എനിക്ക് അറിയാൻ ബ്രോ. ആരാടാ? എടാ വണ്ടി കൊണ്ടുവരാതടാ, വണ്ടി കൊണ്ടുവരാതടാ, ചില്ലാവടാ കോച്ച്. വണ്ടിയാണോ? അല്ലല്ല നമ്മുടെ വണ്ടി പറന്നു വന്നാ. ഇത് അൺവാണ്ടഡ് സിറ്റുവേഷൻ അല്ലേ? ഡസ്റ്റർ എടുക്കുമ്പോൾ മാത്രമാണോ? എടാ ഞാൻ പറഞ്ഞേ, ഞാൻ എന്റെ ചാറ്റിൽ ഓൾറെഡി പറഞ്ഞേ ഗൈസ്. മറ്റേ ഡസ്റ്റർ ഒരു പ്ലെയറിനെ മാത്രം പൊക്കിക്കൊണ്ട് വന്നാൽ ഞാൻ അടിച്ച് തുപ്പിത്തരെയുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതിപ്പോ 2-3 ദിവസം റിപ്പീറ്റഡ് ആയതുകൊണ്ടാണ് ഇന്ന് എടുക്കാന്ന് പറഞ്ഞത്. മനസ്സിലായ? നീയൊക്കെ മറ്റേ ഫാനിസം കൊണ്ട് എന്റെ അടുത്ത് വരല്ലേ? TV-ക്കകത്തോട്ട് ഇവിടെ കൊണ്ടുവന്നോണ്ടല്ലോ വെള്ളം ഞാൻ വിളിച്ചു പറയും. ഡെസ്ട്രോയ്ക്ക് വേണ്ടി നീ എന്നോട് സംസാരിക്കണ്ട. ഡെസ്ട്രോ TV കളിക്കുന്ന TVയുടെ പ്ലെയറാ, അവനോട് ഞാൻ നോക്കിക്കോളാം. നീ എന്റെ അടുത്ത് മറ്റേ ഡെസ്ട്രോയെ താങ്ങിക്കൊണ്ട് വരണ്ട എന്റെ അടുത്ത്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ മറ്റേ ബാക്കിയുള്ള പ്ലേയേഴ്സ് അതിന് 100 ഇടാൻ വേറെ കുറെ എണ്ണം. അങ്ങനെയാണ് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് ഇതാക്കിയാൽ മതി. നീ ഇവിടെ ഒന്ന് പറയണ്ട എന്നോട് വെക്കണമെന്ന്. ഇതിപ്പോ 2-3 ദിവസമായിട്ട് ഈ സിറ്റുവേഷൻ കണ്ടിന്യൂസ് വരുന്നോണ്ടാണ് TG ആയിട്ട് ഇനി സിറ്റുവേഷൻ വന്ന് എനിക്ക് ഡ്രോപ്പ് ചെയ്ത് ഓരോന്നോരോന്ന് ഡ്രോപ്പ് ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞോണ്ടാണ് എടുക്കാന്ന് പറഞ്ഞത്. അത് അൺവാണ്ടഡ് ആണോ ഇല്ലയോ എന്ന് ഞാൻ നോക്കുകയല്ല ഇപ്പൊ. ഇല്ലടാ ഞാൻ ഇവിടെ ഇപ്പൊ ഉണ്ട്. ഇതാരും വീസിലാണോ നീ? ഞാൻ സിറ്റിയിലുണ്ട് 28 PL.
എന്തെങ്കിലും വള്ളിയായിരുന്നാ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇന്നിപ്പോ എന്തോ സ്നൈപ്പിന്റെ അടുത്ത് എന്തോ റോഗാന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല. ഇതിപ്പോ ഞാൻ അല്ല ആരെയാ സിറ്റുവേഷനിലുള്ള ആരെയാ നിങ്ങളുടെ കൂട്ടത്തില് ചോദിക്കോ ഒന്ന് പുള്ളി ഉണ്ടോ ഇവിടെ വിട്ടുവല്ലേ സംസാരിക്കട്ടോ ചന്ദ്ര കളറായില്ലേ ഡ്രസ് വെച്ചേക്കില്ലേ ചന്ദ്ര 2-3 ദിവസമായെന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇത് 2-3 ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സിറ്റുവേഷൻ എടുക്കുന്നു, ഡ്രോപ്പ് ആക്കുന്നു. ഇത് കുറച്ച് ദിവസമായി, അതുകൊണ്ടാണ് ഇന്ന് അടിക്കാന്ന് പറഞ്ഞ. അല്ലാതെ ഇതെന്നല്ല എത്ര എന്ന് പറഞ്ഞിട്ട് സോൾവ് ചെയ്യുന്നേ. സോൾവ് അല്ലെന്നാ നമ്മളായിട്ട് ഇപ്പൊ അവര് നിക്കുന്നുണ്ടാ ഇങ്ങനൊന്നും അടിക്കേണ്ടത് ഞാൻ പറയത്തുള്ളൂ. ഇതെന്തിനാണ്? എടാ എനിക്ക് അടിക്കാൻ മുട്ടി നിൽക്കുവല്ല ചന്ദ്ര, എനിക്ക് അടിക്കാൻ മുട്ടി നിൽക്കുവല്ല. ഞാൻ ഇത് 3 ദിവസമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇത് തന്നെ വന്നോണ്ടിരിക്കുക. തീരുന്നെങ്കിൽ സിറ്റുവേഷൻ തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെന്നാ പറഞ്ഞേ. എടാ ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മൾ കുറച്ചുപേര് മര്യാദയ്ക്ക് സംസാരിച്ചെന്ന് പറഞ്ഞാൽ അവിടുത്തെ അവന്മാരും ഇവിടുത്തെ അവന്മാരും എല്ലാവന്മാരും ഒരുപോലെ സംസാരിക്കണം എന്നില്ല ചന്ദ്ര. അതാണ് വേറൊരു പ്രശ്നം. എന്റെ അടുത്ത് അവൻ മര്യാദയ്ക്ക് സംസാരിക്കണേ, നിന്റെ അടുത്തോ മര്യാദയ്ക്ക് സംസാരിച്ചേ. അതുപോലെ ബാക്കിയുള്ളതിനകത്ത് ഈ പിള്ളേർ സെറ്റിനകത്ത് കുറച്ച് പേര് അവരും മര്യാദയ്ക്കല്ല സംസാരിക്കുന്നു, ഇവന്മാരും മര്യാദയ്ക്കല്ല സംസാരിക്കുന്നു. അതാണ് പ്രശ്നം. അതിന് ഞാൻ ആരെ പറഞ്ഞു നന്നാക്കണം? അണ്ണാ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ അവിടെ പോയി ഇന്നപ്പോഴത്തേക്ക് ഒരുത്തൻ വന്ന് ഇന്ന് അപ്പൊ നമ്മള് സംസാരിച്ചു അവരൊരു പ്രശ്നം. അപ്പൊ ഈ വള്ളി എടുത്തവന്മാര് എടാ അതാ പറഞ്ഞ വള്ളി എടുത്തവന്മാർ കത്തിപ്പോയി, അവന്മാര് വന്ന് സംസാരിക്കട്ടെ ഞാൻ പറഞ്ഞത്. അതെ അവിടെ വന്ന് ഞാൻ വന്ന് എനിക്ക് തിമരാന്ന് പറഞ്ഞിട്ട് ഞാൻ സ്കിപ്പായി. അത് കഴിഞ്ഞിട്ട് UP വന്നിട്ട് എന്റെ വണ്ടി എന്നെ വന്ന് ഇടിച്ചു. ഇവിടെയും പ്രശ്നം എന്താണിത്? നിങ്ങൾക്ക് 2 പ്രശ്നമല്ലോ. വാസു എനിക്കൊരു ഡൗട്ട്. ഗ്രൈൻഡ് ചെയ്ത് ഓക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം കോച്ച്, പിന്നെ സംസാരിക്കാം കോച്ച്. വാങ്ങോട്ട് ഗ്രൈൻഡ് വേറെന്താ സിറ്റുവേഷൻ? എന്താ ഇവിടെ മേളിലെന്താ വേറെ സിറ്റുവേഷൻ? ഏതോ പ്രശ്നം അതെ ചെറിയ സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ വാസമുണ്ടോ? ഞാൻ പറഞ്ഞ വാസ്തു ജോസട്ടി ജോസട്ടി 2-3 ദിവസമായിട്ട് പ്രശ്നം. ജോസട്ടി ആരൊക്കെ ഒരിടത്ത് സോൾവ് ആക്കുമ്പോ അടുത്തടുത്ത് പ്രശ്നമാകും. അതല്ലേ പ്രശ്നം. ഇന്നലെ ഒരെണ്ണം കഴിഞ്ഞ് ഇത് അടുത്തത്. അതേ പറഞ്ഞ അതിന് മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു. അതും ഇതാക്കിയിട്ടത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 3-ാമത്തെ സിറ്റുവേഷൻ ഈ ആഴ്ച. അതാണ് ഞാൻ ഇങ്ങനെ നോക്കണത്. അതാണ് പ്രശ്നം. എന്താണ് കാര്യം എന്ന് വെച്ചാൽ ചോദിച്ചതങ്ങ് തീർക്കാം. അടിച്ചങ്ങ് തീർത്താലോ? എടാ ഞാൻ ഒരു കാര്യം നിങ്ങളടുത്തൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ റേഡിയോയിലെടാ. ആർക്കടാ പ്രശ്നം? എന്താ സിറ്റുവേഷൻ വെച്ചാൽ സംസാരിക്കടാ. എടാ ഇത് ഞങ്ങളുടെ ആരത്തെ ഗുണ പറയാതെ ഞങ്ങൾ എന്ത് പറയാനാടാ? എനിക്ക് സിറ്റുവേഷൻ എന്തോന്ന് പോലും അറിഞ്ഞൂടാ. എനിക്കിപ്പോ പോകും. അതായത് ഞാൻ കാര്യം പറയട്ടെ. സാവേജും ഞാനും സ്നൈപ്പ് വരുന്ന അവിടെ നിന്ന്. എന്നിട്ട് എന്താ പറയാ ഈ സീരിയലുള്ള ബാക്കി ഞാൻ പറയാം. അതായത് മെമ്പർ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ നമ്മള് വണ്ടി ഇടിച്ചായിരുന്നു. ഇത് എന്താ വെറുതെ നിന്നാൽ തലക്കകത്തോട്ട് കൊണ്ട് കേറ്റി തരുന്നേ. ഇവിടെ കല്ല് നിൽക്കുന്നുള്ളൂ. PL അണ്ണാ ഹലോ കേക്കാവോ?
ഹലോ പറ അണ്ണാ സിറ്റുവേഷൻ എന്ന് വെച്ചാ നമ്മൾ ഓൾറെഡി ഇവനെ കണ്ടായിരുന്നു. അപ്പൊ സംസാരിച്ച് വിട്ട് എന്നിട്ട് നമ്മ ഫ്രണ്ടിലോട്ട് പോയി, ഞാനും നീലിന് സ്നൈപ്പും. അപ്പൊ ഇവൻ വണ്ടി വന്നിടിച്ചിട്ട് ലൈക്ക് എന്താ വീഡിയോയും കിട്ടി. എന്നിട്ട് അവൻ സോറി പോലും പറഞ്ഞില്ല. അങ്ങനെ സംസാരമായി. ഇവൻ ലാസ്റ്റ് പോടാ എന്തോ കണ്ടീന്ന് വിളിച്ചിട്ട് അവൻ പോയി. ഇതിപ്പോ സിറ്റുവേഷൻ വന്നിട്ട് നിങ്ങൾ ആരും സംസാരിക്കാതെ ഞാനിത് എന്തോന്ന് അറിയാതെ ഞാൻ ഇവിടെ പോയി നിക്കുവാ. അവന്മാരാണ് എന്നോട് സംസാരിക്കാൻ അവന്മാരാണെ മേളിൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു പോയി. നമ്മളാണെ പറയുന്ന കേൾക്കുന്നുമില്ല. ഞങ്ങളിത് ഇത്ര നേരം നിന്ന് സംസാരിക്കില്ലായിരുന്നു ഇവിടെ. അവന്മാർക്ക് അതില് അങ്ങനെ അവന്മാരിലെ കണ്ടിന്ന് പറയാൻ ഇതാക്കിന്ന് പറഞ്ഞേ. അപ്പത്തേക്ക് അമ്മക്ക് അതിലെന്താ പറയുള്ളതെന്ന് ചോദിച്ചിട്ട് ഇതാക്കി വിടാണ്, അടിക്കണ്ടാണ്. ഇതൊക്കെ സിറ്റുവേഷൻ അല്ല ഈ ഷോ. ഇത് എടുത്തിട്ട് എന്തിനുണ്ടാക്കാനാ? ഒരു ഫ്രണ്ട്ലി വാർ പോലെയാണ് എനിക്ക് തോന്നണത് സത്യം സംസാരം കേട്ടപ്പോ. അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല ചന്ദ്ര, എനിക്ക് അടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞ അല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞ അണ്ണന്റെ അടുത്ത് അങ്ങനെ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചന്ദ്ര 2 വാറായിട്ട് ഞാനിത് സോൾവ് ചെയ്ത് വിടുക. ഞാനിത് സോൾവ് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് ഇത് ഓരോ ദിവസം സോൾവ് ചെയ്യുമ്പോ അവിടെ പേടി ഇവിടെ പേടി. എനിക്കത് കേൾക്കാൻ പറ്റത്തില്ല ചന്ദ്ര, എനിക്കത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അതാ ഞാൻ പറഞ്ഞേ, എല്ലാം ഇങ്ങനെ സോൾവ് ചെയ്ത് വിട്ടോണ്ടിരിക്കുക. നമ്മള് അടിക്കണമെങ്കിൽ അടിക്കാന്നാണ് പറഞ്ഞത്. അതിന് സിറ്റുവേഷൻ എടുത്ത് ആർക്കാ പ്രശ്നം എന്ന് വെച്ചാൽ അവര് വന്ന് സംസാരിക്കാൻ പറയുമ്പോ ആരും വരാത്തത് എന്ത് ചെയ്യാൻ പറ്റും? എന്താ കേട്ടില്ല? സ്നൈപ്പ് വന്നിട്ട് സംസാരിക്കാൻ ഉള്ള ആൾക്കാർ സംസാരിക്കട്ടെ. മെയിൻലി ചൊറിയായത് മനസ്സിലായി. അപ്പൊ അവനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അവ അല്ലാണ്ട് വേറെ ആരും സംസാരിച്ചാലും സ്നൈപ്പ് വന്നിട്ട് സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ അത് ഈ പറയണ പോലെ 2-3 ദിവസം ഇങ്ങനെ സോൾവ് ആക്കി വിട്ടതിന്റെ ഒരു പ്രശ്നമാണ്. എല്ലാരും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ലടാ. ഈ KVA തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഫ്രണ്ട്ലി ആക്കാന്ന് പറഞ്ഞിട്ട് ഓക്കെ നമ്മൾ ഫ്രണ്ട്ലി ആക്കാന്ന് പറഞ്ഞിട്ട് എത്ര നാളെടുത്ത് ആ പ്രോസസ്സിലോട്ട് വരാനെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. എടാ എനിക്ക് ഈ 45 പേരെയും അല്ലെങ്കിൽ 40 പേരെയും നിങ്ങൾ ഇവരുടെ അടുത്ത് മര്യാദയ്ക്ക് നിൽക്കണം. പിന്നെ നമുക്ക് TG അങ്ങനെ ഒരു ഫ്രണ്ട്ലി കാറ്റഗറിയിലുള്ള ഒരു ഗ്യാങ് അല്ല. ഇപ്പൊ കുറച്ച് ദിവസം മര്യാദയ്ക്ക് പോകുന്നോണ്ടാ അത് ഇങ്ങനെ പറഞ്ഞത്. സിറ്റുവേഷൻസ് എന്തായാലും സിറ്റിയിലുള്ള എല്ലാ ഗ്യാങ്ങിനെ പിടിച്ച് ഫ്രണ്ട്ലി ആക്കിയ പിന്നെ എന്ത് ചെയ്യാനാ? നോക്കട്ടെ ഞാൻ അവൻ വന്നിട്ട് നോക്കട്ടെ. പേടിയാണോ അണ്ണ? നീ ഒരു കാര്യം ചെയ്യണം. ഇന്ന് പോയിട്ട് യൂട്യൂബിൽ പോയിട്ട് TVA vs TG എന്ന് അടിച്ചു നോക്കണം. മിനിമം ഒരു 20 സിറ്റുവേഷൻ വരും. ഈ 20 സിറ്റുവേഷനിൽ ഇരുന്ന് വിരലിൽ എണ്ണണം. വിരലെണ്ണിയാൽ നിനക്കത് തികയത്തില്ല. TVയുടെ വിന്ന് വിരലിലെണ്ണിയാൽ തികയത്തില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിന്റെ കാലും കൂടെ എടുത്ത് മേളിലോട്ട് ഇങ്ങനെ ടേബിളിലോട്ട് വെക്കണം. ഇങ്ങനെ കാലും കൂടെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കൈ കഴിഞ്ഞിട്ട് കാലിൽ ഇങ്ങനെ 11, 12, 13 ഇങ്ങനെ കൗണ്ട് ചെയ്യണം. എന്നാലും ചിലപ്പോ ഒരു കാലിലൂടെ തികയുന്നില്ല, 2 കാലെടുത്ത് മേളി വെക്കേണ്ടി വരും TVയുടെ വിന്ന് കൗണ്ട് ചെയ്യാൻ. മനസ്സിലായ? അതാണ് നിന്നോടുള്ള റിപ്ലൈ. അല്ലാതെ പൊട്ടനെ പോലെ പോയി ഇപ്പൊ അവരെ പോയി ഗണ്ണെടുത്ത് അടിക്കുന്ന അല്ല അതിന്റെ റിപ്ലൈ. മനസ്സിലായ? ഹലോ ബ്രോ, പറ കൊച്ചു പറ. அவங்க ஆக்சுவலி ரொம்ப நெட்டப்ப സംസാരിച്ചാ റീവറ എടുക്കത്തക്ക് റെഡിയാതാ ഇരിക്കാവ. കോച്ച് അങ്ങനല്ല, വെറുതെ പോയി അടിക്കണതല്ലല്ലോ കോച്ച്. നമുക്ക് കാര്യം സിറ്റുവേഷൻ എന്താന്നോട് സംസാരിക്കാം. നമുക്കവിടെ സംസാരിച്ചിട്ട് ഇതാക്കണത് നല്ലത്. അവ സ്നൈപ്പ് എന്താ വെച്ചാൽ വന്നത് ഇതാക്കട്ടെ. ஸ்னைப் வந்துட்டான். இன்னும் ஒரு டவுட் முதல் கேட்டல்ல, நான் பிளாக் மணி கிரைண்ட் செய்து ஓகே, ராபரி எல்லாம் அடிச்சு இப்ப எனக்கு DH கார்டு கிட்டி ஓகே, ட்ரகேஸ் கார்டு. ആ കാർഡ് நான் செல் செய்தா எனக்கு ஒரு 40 to 50 crores കിട്ടും. അത് ഞാൻ ഗ്യാങ് ഫണ്ടാ യൂസ് பண்ணலாம்ல? ഇതൊരു തരിപ്പില്ല. അല്ല, ഗ്രൈൻഡ് ചെയ്യണം കോച്ച്. ഓക്കേ. എന്തിന് എന്താ നിനക്കേ നീ ആരുടെയോ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് പിടിച്ചു പറിച്ചോണ്ടിരിക്കുകയെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നിനക്ക് എത്രയും പെട്ടെന്ന് ഇത് സോൾവ് ചെയ്തിട്ട് തിരിച്ചു പോണം. അവനെ അതല്ല ഇതൊരു അവൻ തോൾ കഴിട്ട് ക്ലാസ് എന്ത് പ്രശ്നമൊക്കെയാണ് ചോദിക്കുന്നത്. അതൊരു സിറ്റുവേഷൻ ആണാ?
ഇല്ല എനിക്ക് അത് അപ്പൊ നമ്മൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എടാ ചന്ദ്ര, ഇത് നമ്മൾ തമ്മിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ അവനോട് മര്യാദക്ക് നിക്കുന്നോണ്ടാണ്. ഇവിടെ ബാക്കി മെമ്പേഴ്സ് തമ്മിൽ അങ്ങനെ അല്ലടാ ചന്ദ്ര. അതാണ് പക്ഷെ അവന്മാർക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. അവന്മാര് പറയണം ഞാൻ നീ എന്താ അടിക്കാതെ നിക്കുന്നേ എന്ന് വെച്ചാൽ ഇവന്മാരെ അടിക്കാതെ മാറി നിക്കുന്നതിന് നമ്മൾ അവന്മാരോട് കാണിക്കുന്ന റെസ്പെക്ട് മനസ്സിലായ? അതുപോലെയാണ് ഇപ്പം കൊമ്പനും മറ്റേ ജോസൂട്ടിയൊക്കെ പെട്ടെന്ന് ചാടി കയറി അടിക്കാത്തതും നമ്മൾ ഈ 2-3 സിറ്റുവേഷൻ സോൾവ് ഒക്കെ ചെയ്ത് അവരുടെ കൂടെ മര്യാദക്ക് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ടാ. അല്ലെങ്കിൽ അവന്മാരും ഇതുപോലെ ചാടി കയറി അടിച്ചേനെ. പക്ഷെ ഈ ബാക്കി ഇതിനകത്ത് ഇപ്പൊ ഇവന്മാരും ബാക്കി അവന്മാർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ട്. 2-3 ദിവസമായിട്ട് ഇത് ട്രിഗർ ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ എത്ര എന്ന് പറഞ്ഞത് സോൾവ് ചെയ്ത് വിടുന്നേ? ഇപ്പൊ വരുമല്ലോ. അവൻ വരുമ്പോ അവൻ സംസാരിക്കട്ടെ. കാരണം നമ്മളിത് സംസാരിച്ച് സോൾവ് ആക്കി വിട്ടാ ഇവിടെ PvP കളിക്കുന്നവന്മാർക്ക് അത് പിന്നെ വീണ്ടും ബാഡാവും. ചോദിച്ചു നോക്കാം. അത്രയ്ക്ക് കഴിമൂത്ത് നിൽക്കുവാണെങ്കിൽ അവന്മാർ 25 പേര് നല്ല അതിനൊക്കെ ഇനി 3 പേരുടെ വന്ന് 25 പേരാവാതെ ഇവന്മാർ ഇവിടെ നിന്ന് ഇറങ്ങൂല. അത് ഞാൻ നോക്കിക്കോളാം. അത്രയ്ക്ക് അടിക്കാൻ മുട്ടി നിൽക്കുവാണെങ്കിൽ കളിക്കാൻ ആള് വരണം. ആള് വന്നിട്ടൂടെ ഇറങ്ങിയാ മതി. ഫോണൊന്നും എടുത്തണ്ണ ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് നോക്കണേ, ഇതൊക്കെ നോക്കണേ. പുതിയ കപ്പിളാ, സിറ്റിത്തെ പുതിയ കപ്പിളാ. അവിടെ കണ്ടോ? ഓ പുതിയ കപ്പിളാ. ഇത് അടുത്തതേ. അത് വിട്. പുതിയ കൊച്ചിനെ ദത്തെടുത്തറിഞ്ഞ തന്ത ചിമ്പും തന്തേറന്നൂടാ ഒരു കൊച്ചിനെ. അത് അസൻസിയും പിന്നെ ലച്ചു പിന്നെ ഇനിയാണ് ഇതും പിടിച്ച. ഞാൻ ഈ ലച്ചുവിനെയൊക്കെ ഈ അസൻസിയൊക്കെ ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടാണോ അതോ നേരത്തെ അവർ റിലേഷൻഷിപ്പിലാണോ? അല്ലല്ല, ഇവ പിടിയൻ. എന്തൊക്കെയാടാ ഇത് പറയണേ? അതെ ഇവ തരിപ്പൻ. അത് കണ്ടോ അവസാനം അയച്ചത്? ഈ അവസാനം അത് നീല് എസ്റ്ററും. അത് ഇവനാണ് എല്ലാരും തരിപ്പനാക്കുന്നത്. വേറൊരു തരിപ്പനുണ്ട്. ഇത് നോക്കിയേ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. அது நம்மளுக்கு இப்ப புதுசா வந்த பிளேயர்ஸ் അത് കണ്ടായിരുന്നു അണ്ണാ. അവസാനം അയച്ചത് കണ്ടോ? അതാരാ? ഇവിടെ ഇരിക്കുന്ന കോച്ച് അല്ലാണ്ടായി. അത് ഏതാ പെണ്ണ്? അത് മറ്റേ താര. அது பெஸ்ட் ஃப்ரெண்ட். എന്തൊക്കെ കുറച്ചു മുമ്പേ ഇവിടെ അണ്ണനെ മുമ്പ് ചെന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തത് പറയാ അത് നമുക്കതാ കറക്റ്റ് ആണോ? കറക്റ്റ് അല്ലേ? ஹலோ அப்படியே இல்ல. அது ചില്ലറക്കഴയല്ലേ? ചില്ലറയല്ലേ? இல்ல அவன் வந்துட்டு திடீர்னு அப்படின்னு சொன்னான். ரெண்டு தானே இருக்கிறவன் கிடைக்கிறான். நீ சொல்லி கொடுத்ததானடா എന്താടാ അവൻ മെച്ചാണ്. അവൻ നീല് മെച്ചാണ് നീല്. നീ വില്ലുപോലെ എവിടെയാന്ന് ചോദിച്ചു. മെച്ച ബ്രോ ഞാൻ ടിക്കറ്റ് കളിക്കും ബ്രോന്റെ പേര്. അപ്പൊ ഇത് ചെയ്തേ അണ്ണാ കേക്കാവല്ലോ? പറയടാ അണ്ണ TJ-ക്കാരെ ഇങ്ങനെ സിറ്റുവേഷൻ എടുക്കാൻ അങ്ങനെ ഒന്നല്ല. TJ-യില് ഒരുത്തൻ വന്നിട്ട് ഒരു സിറ്റിസൺ ഡ്രസ് അവൻ വന്നിട്ട് TJ-ന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ബ്രോ ഈ ബ്ലൂ ഡ്രസ് എന്താ അങ്ങനെ ചോദിച്ചിട്ട് TJ-നെ ചൊറയാൻ വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു ബ്ലൂ ഡ്രസ് കണ്ടിട്ട് മനസ്സിലായില്ലേ TJ എന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അതെനിക്കറിയില്ലായിരുന്നു. അത് TJ-ക്കാർ തന്നെ ആയിരുന്നു. അത് സിറ്റിസൺ ആയിട്ട് ദീപന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളി പിടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോയിട്ട് ഇവൻ മിണ്ടുന്നില്ല എന്ന് വെച്ചാൽ ഈ സിറ്റിസൺ ആയിട്ട് വന്നു. അവന്റെ പുറകെ പോയപ്പോ അവിടെ പോയി നിൽക്കുമായിരുന്നു. അപ്പൊ ഈ TJ-ത്തവൻ നേരെ വന്നിട്ട് എന്റെ വണ്ടിയിൽ ഇടിച്ച് എനിക്ക് വീഡിയോ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവന്റെ കൂടെ ഉള്ളവനല്ലേ അവനെ ഇടിക്കാൻ വേണ്ടി ചെയ്തതെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചു ബ്രോ എന്താ ബ്രോ കാണിക്കണേ? കണ്ണ് കണ്ടൂടെ പിടിച്ച് ഇടിക്കുവട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ തിരിച്ച് എന്ന് വെച്ചാൽ സോറി ഒന്നും പറഞ്ഞില്ല. എന്നാ അവൻ തിരിച്ച് എന്റെ അടുത്ത് അതേമാതിരി എന്നെ കൊണച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണയി. അത് ലാസ്റ്റ് നീ ഓടാ കണ്ടിന്ന് പറഞ്ഞിട്ട് അവൻ വണ്ടി എടുത്തു പോയി. എന്ന് വെച്ചാൽ ആ സിറ്റിസൺ ആയിട്ട് വന്നത് നമുക്കറിയില്ലായിരുന്നു TJ ആണെന്ന്. അത് അവന്മാര് പറഞ്ഞില്ല. നമ്മള് ചോദിച്ചപ്പോ അവന്മാര് മിണ്ടാണ്ട് പോയിക്കൊണ്ടിരുന്നു. എനിക്ക് തോന്നണ അവനെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്ന് ഇടിച്ചതാന്ന് തോന്നുന്നു നമ്മള്. അല്ലാണ്ട് എനിക്ക് സീനൊന്നുമില്ല. അല്ല ചന്ദ്രു എനിക്ക് എനിക്ക് ആക്കണമെന്നൊന്നുമില്ല. അത് അല്ല അവന്മാരെ നമ്മള് അടിച്ചാണ് വിട്ട അതാവും പോയി. അത് സീനൊന്നുമില്ല. എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ നമുക്ക് തല്ലാൻ മൈൻഡ് ഇല്ലെങ്കിൽ അവന്മാർക്ക് തല്ലി കൊള്ളാനും മൈൻഡ്. അല്ലാണ്ട് അത് അവരിപ്പോ സെറ്റ് അല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷെ അവര് സെറ്റാന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല നിൽക്കുന്നത്. നമ്മള് വെടിവെക്കാൻ വന്നപ്പോ അവര് നിന്ന് കൈവക്കുമായിരുന്നു സത്യം പറഞ്ഞ. അപ്പൊ നമുക്കേ വെടിവെക്കാൻ തോന്നൂല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞ. വെടിവെക്കുമ്പോ കൈവക്കുന്ന കാഴ്ച കാണുന്നത് ഒരു ഗ്യാങ്.
ഇല്ല ഒരു പക്ഷെ ലാസ്റ്റ് അത് വിട്, അത് നമ്മളൊക്കെ എല്ലാരും നിന്നോണ്ടല്ലേ അത്. ഇല്ലല്ല ഒരു ആൾക്കുണ്ടായിരുന്നു അത്യാവശ്യം അപ്പൊ തന്നെ അല്ല അണ്ണാ ഇതൊന്നും വേണ്ട, അവർക്ക് നമ്മളാണ് അടിച്ചു വിട്ടത്, അവർക്ക് വല്ലതുകൊണ്ട് ഇതാക്കിയത്, നമുക്ക് സീനൊന്നുമില്ല. നമ്മളപ്പോ തന്നെ കണ്ണെടുത്ത് അടിച്ചായിരുന്നു. നീ കൂടെ വന്ന് സ്നേഹം. പറയണ നീ ഇപ്പൊ ഇത് സിറ്റുവേഷൻ ഇവിടെ ബാഡായെന്ന് പറഞ്ഞാണോ നീ ഇതിങ്ങനെ പറയണേ? അല്ല 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 അണ്ണാ, ഞാൻ ഒരു കാര്യം പറയാം. ഇവന്മാര് ഇപ്പൊ സെറ്റല്ല എന്ന് വെച്ചാൽ ഇവന്മാര് സെറ്റല്ല എന്ന് നമുക്കും അറിയാം, അവന്മാർക്കും അറിയാം. അതുകൊണ്ടാണ് അവന്മാര് ഇങ്ങനെ നിൽക്കണം. മനസ്സിലായില്ലേ? ഇവന്മാര് സെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ ഉറപ്പായിട്ട് നമ്മളായിട്ട് സിറ്റുവേഷൻ എടുക്കും. അത് ഇവന്മാരെ നമ്മൾ ഇന്നലെ അല്ലല്ലോ എണ്ണ കാണുന്നത്. പിന്നെ അല്ല അവന്മാർക്ക് നമ്മളാന്ന് അറിയത്തില്ലായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. കാര്യം ഞാനും നീലനൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരുന്നത്. ഇവന്മാരായിട്ട് സംസാരിക്കുകയും ചെയ്തായിരുന്നു. തോന്നുന്നു സത്യം പറഞ്ഞ. എന്നാ ഒരു കാര്യം കണ്ടിന്ന് വിളിച്ചതിന് ഒരു സോറി പറഞ്ഞിട്ട് പോക്കോളം പറയാൻ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അണ്ണ ഒന്നത് വേറൊരു സിറ്റുവേഷന് പോയത്. ടി വി ആണെന്ന് അറിയത്തില്ലായിരുന്നേ നമ്മൾ പറയത്തുള്ളൂ. ടി വി ചന്ദ്രു എനിക്ക് സീനില്ല, ഞാൻ പറഞ്ഞില്ലേ അണ്ണാ ഞാൻ അടിച്ചായിരുന്നു. ഞാൻ അതല്ല ചോദിക്കണേ, എനിക്ക് സിറ്റുവേഷൻ അറിയണം, അതിന്റെ ചോദിക്കാൻ. നീ ഒന്നും പറഞ്ഞില്ല. ഇല്ല അവനായിട്ട് മുമ്പേ വണ്ടി എടുത്തോണ്ടേ. ഇതിപ്പോ സോറി പോലെ പറഞ്ഞ അവന്മാര് പറയും ടി വി ആണെന്ന് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാ പറഞ്ഞത്. അതാ പറയാൻ പോണേ, അതാണ് അങ്ങനെ പോകത്തേ ഉള്ളത്. എങ്ങനെ എല്ലാ ഗ്യാങ്ങായിട്ട് സോളോ ആക്കി വിട്ടാൽ എങ്ങനെ ടി വിക്ക് കിട്ടും? കുറെ ഗ്യാങ്സ് അടിക്കാൻ വരുന്നില്ല. ഞാൻ ഇതിലിപ്പോ എന്ത് ചെയ്യണമെന്നാ പറയണേ? നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോലെ വെറുതെ പോയി മാസ് അടിച്ച് ചുമ്മാ ആൾക്കാരെ അടിച്ച് കൊല്ലണോ? ഹലോ, ഇത് ഇന്നലെ നാളെ നീയൊക്കെ അടിക്കും, എനിക്ക് നല്ലപോലെ അറിയാം. ഹലോ പറ. അണ്ണ എനിക്ക് സീനൊന്നുമില്ല. കാര്യം അവൻ കണ്ടീന്ന് വിളിച്ചപ്പോ അവൻ അടിച്ചിട്ട് അവനാണ് പേടിച്ചോടിയത്. നമുക്ക് സീനൊന്നുമില്ല. അണ്ണാ ഞാൻ ഒരു കാര്യം പറയാം, അവര് സെറ്റൊന്നുമില്ല, നമുക്കതറിയാം, നമുക്കറിയാതെ അവര് സെറ്റ് ആവുമ്പോ നമുക്ക് അടിക്കാൻ. അവന്മാര് ഇനി വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പൊ വേണമെന്നൊന്നുമില്ല. എടാ ചന്ദ്ര ചില്ല എവിടാ ചന്ദ്ര? എടാ ഇത് 2-3 ദിവസമായ കളിയാ. എടാ ചന്ദ്ര, പിന്നെ വേറെ ഗ്യാങ്ങിൽ ഒരുത്തം വന്ന് നമ്മുടെ കൂടുതൽ ഒരുത്തനെ കണ്ടീന്ന് വിളിച്ചാ പിന്നെ സിറ്റുവേഷൻ എടുക്കൂലടാ. അങ്ങനല്ല സിറ്റുവേഷൻ എടുക്കല്ല. അത് എടാ നമുക്ക് പരിചയമുള്ളവരുണ്ട് അവിടെ. നീ ഇങ്ങനെ മൊത്തത്തിൽ ബ്ലെയിം പോലെ പറയല്ലടാ എല്ലാവരുടെ അടുത്തും. എനിക്കൊന്നും പറയില്ല. ഇതൊക്കെ ഇതെനിക്ക് ഈ വേറെ ഗ്യാങ്ങിൽ പരിചയമുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കണത് എനിക്ക് ഇഷ്ടമല്ല. സത്യമായിട്ട് എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ പ്ലേയേഴ്സിനെ മൊത്തത്തിൽ ഇതാക്കണത് പോലെ ആവും. ഇത് ഒരു ദിവസമല്ല 3 ദിവസം അടുപ്പിച്ചായതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ എടുക്കാൻ പറയുമോ? എനിക്ക് മനസ്സിലാവണില്ല. എനിക്കതാണ് മനസ്സിലാകാത്തത്. അൺവാണ്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഞാൻ എടുക്കാൻ പറയത്തില്ല. ഞാൻ തന്നെ കഴിഞ്ഞ 2 സിറ്റുവേഷൻ വേണ്ടാന്ന് പറഞ്ഞ് വിട്ട്. ഒരു മിനിറ്റ്. സ്റ്റീവ് കാരണം നമ്മള് കൂടെ നിൽക്കുന്നത്. ഫുഡ് കഴിക്കണോ? നീ വെളിയത്തെ കാര്യം പറയടാ സ്റ്റീവേ. നമ്മള് ചുമ്മാ ഇത് പറഞ്ഞോണ്ടിരിക്കാ. എന്താടാ? അയ്യോ നീ എന്താ അപ്പൊ ഇവിടെ ഉണ്ടോ? ഹലോ എടാ ചാറ്റിൽ കിടന്ന് ഓണടിക്കുന്നവർക്ക് ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ഞാൻ അടിച്ചു മടുത്താണ്, മനസ്സിലായവന്മാരെയൊക്കെ. മറ്റേ തോറ്റ് നിൽക്കുന്നതാണ് നീയൊക്കെ പേടി പറയുന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. മനസ്സിലായ? ഞാൻ അടിച്ചു മടിച്ച ഗ്യാങ്ങുകളാണ് അതൊക്കെ. ജയിച്ചിട്ട് വർത്താനം പറയണം, അല്ലാതെ മറ്റേ ചുമ്മാ ഇരുന്ന് മറ്റേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കരുത്. എനിക്ക് കൺസേൺ അതൊന്നും അല്ല, മനസ്സിലായ? ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ മെമ്പേഴ്സ് തമ്മിലുള്ള ഈഗോ ഇഷ്യൂസ് ഉണ്ടാവാൻ പാടില്ല. അതൊക്കെയാണ് ഒരു ലീഡറിന്റെ കൺസേൺ. അല്ലാതെ നിന്നെ പോലെ ചുമ്മാ ഒരു വാർ പോയി എടുക്കാതിരിക്കുന്നതും അല്ല കൺസേൺ എന്റെ. എനിക്ക് ഇത് വാറില്ലെങ്കിൽ വേറെ വാർ ഉണ്ട്. എന്റെ വാർ മാത്രം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് എനിക്കുമില്ല.
എനിക്കൊരു ലീഡർ എന്നുള്ള രീതിയിൽ എനിക്ക് എന്റെ മെമ്പേഴ്സ് തമ്മിലുള്ള ഈഗോ ക്ലാഷും അവരുടെ എല്ലാവരുടെയും ഇതെല്ലാം അവർക്കൊരു അറ്റ്മോസ്ഫിയർ എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ ഗ്യാങ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇത്രയും നാള്. മനസ്സിലായ? മിസ്അണ്ടർസ്റ്റാൻഡിങ് മനുഷ്യന്മാർ പലയിടത്തു നിന്നുള്ള മനുഷ്യന്മാരുള്ള എല്ലായിടത്തും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇതും വരും. അത് ഫിക്സ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും വലിയ കാര്യം. അത് മര്യാദയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഇത്ര നാളായിട്ട്. അവിടുത്തെ മാനേജറാണ്. സോറി പറഞ്ഞങ്ങ് അടിപ്പിക്കല്ലേ? അറിയില്ല. 2 സോറിയൊക്കെ പറഞ്ഞിട്ട് പോകാൻ പറയണ. ഇതിപ്പോ കുറച്ച് ദിവസമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ആവുന്നുണ്ട്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് പറഞ്ഞത്. അതിന് തന്നെ ഇവർക്ക് അടിക്കണമെന്നുണ്ടായിരുന്നു. പ്രശ്നമായി. എന്നിട്ട് ഇവിടെ വന്ന് സംസാരിച്ചു. അവരെ പരിവാർ അടിക്കാന്നാണ് പറഞ്ഞത്. അണ്ണ സ്റ്റീവിന് ഒരേ നിർബന്ധം അടിച്ചേ പറ്റൂ. എനിക്ക് ഒരു നിർബന്ധമില്ല. അണ്ണ ഒന്നും ഇങ്ങോട്ട് വരണ അണ്ണ. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ അണ്ണ. ഇപ്പൊ ചന്ദ്രന്റെ സൈഡ് നോക്കുമ്പോ അണ്ണ ഇവന്മാരായിട്ട് രണ്ട് മൂന്ന് സിറ്റുവേഷൻ ആയത് അത് നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ അൺവാണ്ടഡ് ആയിട്ട് വന്നത് മനസ്സിലായില്ലേ? അതാ ചന്ദ്രൻ അങ്ങനെ നമുക്ക് ദേഷ്യമുണ്ട്. എനിക്ക് ഇവന്മാരെ തല്ലണമെന്നൊന്നും ഒന്നുമില്ല. വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ എത്ര ദിവസം ഇതിങ്ങനെ ഇപ്പൊ നമ്മൾ മര്യാദ ഒറ്റ കാര്യം പറയാം. നമ്മൾ മര്യാദയ്ക്ക് അവിടെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കുറെ നേരം. അന്നേരമാണ് സിറ്റുവേഷൻ ആയി എന്ന് പറഞ്ഞ് ഇവിടെ വന്നത്. ഇവിടെ വന്ന സിറ്റുവേഷൻ, അതായത് ഞാനിപ്പോ എക്സാമ്പിൾ പറയാം. ഇത് ഈ ബാക്കിയുള്ള കാര്യം ഇവിടെ നോക്കിക്കോ. ആൾക്കാർക്ക് ഇപ്പം വേറെ ഒരു കാര്യം പറയാം. പുറത്ത് കാണുന്ന ആൾക്കാർക്കാണെങ്കിലും RP കാണാൻ ഒരു മൂഡുണ്ടാവും. ആ സമയത്ത് PvP വന്നു കഴിയുമ്പം സിറ്റുവേഷനിലോട്ട് PvP എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ അവിടെ PvP സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം PvP യോട്ട് വരും. ഇവിടെ വന്നിട്ട് വീണ്ടും സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇവരും ചാറ്റിൽ കിടന്ന് ട്രിഗർ ആവും. ആ ഒരു സാധനം എല്ലാരും കിടന്ന് നോക്കുന്നുണ്ട്. കൺസേൺഡ് ആണ് കുറച്ച് നാളായിട്ട്. മനസ്സിലായ? അത് നോക്കിയാണ് കുറെ പേര് ഇവിടെ കളിക്കുന്നത്. ഞാൻ ഇതായിട്ട് പറയാം, ഉറപ്പായിട്ട് പറയാം. ഞാൻ പറഞ്ഞോട്ടെ 3 ദിവസവും ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുവാണ്. അതായത് വരുന്നു, ഇതാക്കുന്നു, സോൾവ് ആക്കുന്നു, പോകുന്നു, വരുന്നു, സോൾവ് ആക്കുന്നു, പോകുന്നു. അപ്പോഴത്തേക്കിന് പുറത്ത് കുറെ എണ്ണം മറ്റേ ഒരു ഗ്യാങ് പോലും ഇല്ലാത്ത അവന്മാരുണ്ടല്ലോ, അവന്മാരിരുന്ന് പറയും നമുക്ക് പേടിയാണെന്ന്. ഇവന്മാരെ 100 വട്ടം തല്ലുകൊണ്ടിട്ടുണ്ട്, എന്നാലും പറയും നമുക്ക് പേടിയാണെന്ന്. നമ്മളാണ് 20 വട്ടം തല്ലിയിട്ടുണ്ട് ഇവരെ. നമ്മളെ ഈ ഇന്നത്തെ സിറ്റുവേഷൻ നമ്മളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അതേ ഞാൻ പറയുള്ളൂ. കണ്ടീന്ന് വിളിച്ചപ്പോ ഞാനും നീലനും ഇവന്മാര് തല്ലിയാണ് വിട്ടത്. എന്നിട്ട് അവന് വെടിവെച്ചിട്ടത്. വെടിവെച്ചിട്ട് അവൻ ഓടിയാ പോയത്. അവനപ്പോ അത് ചോദിക്കേണ്ടേ വിട്ടേക്ക്. അതിപ്പോ അവർക്കല്ലേ ആണോ ചോദിക്കണ്ട, നമുക്കൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ അവന്മാരെ വിളിച്ചിട്ട് ഈ സിറ്റുവേഷൻ പറഞ്ഞിട്ട് വിട്ടോ. ഞങ്ങള് കണ്ടീന്ന് വിളിച്ചതിന് നമ്മള് ഞാൻ അവനോട് തന്നെ സംസാരിക്കണം. ആ സിറ്റുവേഷൻ അവനോട് അല്ല, നമുക്ക് അവിടെ സംസാരിക്കാം. വാ, അല്ല അവർക്കല്ല സോറി വേണ്ട. അവർക്ക് സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ എടുത്തോളാം. പറ. നമ്മളാണ് അവരെ തല്ലി വിട്ടത്. അപ്പൊ പിന്നെ ഇനി അവന്മാരുടെ അടുത്ത് സോറി പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവന്മാർക്ക് സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ എടുക്കട്ടെന്ന് പറയാം. എടാ അല്ല കണക്ട് ഇട്ടോ, DG കണക്ട് ഇട്ടോ.
ഹലോ കേക്കാവോ ജോസൂട്ടി കേക്കാവോ? കേൾക്കുന്നുണ്ടോ? ഹലോ 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 കേൾക്കുന്നുണ്ടോ? ഹലോ ആ കേക്കാം. ജോസൂട്ടി ഞാൻ പറയാം. സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ ഇവരിവിടെ മുതുകിൽ എന്തോ ഇവിടെ എന്തോ നിന്നോണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ഒരാൾ വന്നിട്ട് ഈ പറയണതുപോലെ ഇവിടെ എന്തോ ഇവരുടെ അടുത്ത് സംസാരമായിട്ട് ലാസ്റ്റ് അവൻ കണ്ടീന്ന് വിളിച്ചിട്ട് പോയെന്ന്. അപ്പൊ ഇവന്മാര് കണ്ണെടുത്ത് അവനെ വെടിവെച്ചു. അപ്പൊ അവനൊന്നും വെടിയൊന്നും വെക്കാതെ അവൻ തിരിച്ച് വണ്ടി എടുത്ത് പോയി. ഇതാണ് നടന്നത്. അപ്പൊ സ്നൈപ്പായിട്ടായിരുന്നു സിറ്റുവേഷൻ ഉണ്ടായത്. സ്നൈപ്പ് എന്ന് പറഞ്ഞാടാ സംസാരിച്ചോ ബ്രോ. ഞാനൊരു കാര്യം പറയാം, നിങ്ങളായിട്ട് സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി ഒന്നല്ല. ഒരു സിറ്റിസൺ വന്നിട്ട് നിങ്ങളവിടെ ഗ്യാങ് ഡ്രസ് ഇട്ടിരിക്കുമ്പോ അവൻ വന്നിട്ട് വെച്ച് ഒരു ഇത് ബ്ലൂ ഡ്രസ് ഇത് ഏത് ഗ്യാങ്, അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെ ഇരുന്ന് പിന്നെ അറിയണത് അല്ലേ ബ്ലൂ ഡ്രസ് ഇത് ഏത് ഗ്യാങ്ങാന്ന് വെച്ച്. അപ്പൊ ഞാൻ അവൻ സിറ്റിസൺ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ബ്രോയ്ക്ക് കണ്ണ് കണ്ടൂടെ ഇത് TJ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അവന്റെ അടുത്ത് പുറകെ പോയി ഇത് ആരാന്ന് ചോദിച്ചപ്പോ അവൻ മിണ്ടാണ്ട് ഇങ്ങനെ പോയി. അവന്റെ പുറകെ പോയിക്കൊണ്ടിരുന്നപ്പോ ഈ പറയണ TJയിലുള്ള പുള്ളിക്കാരൻ നേരെ വന്ന് വണ്ടി ഇടിച്ച് ബാക്കിൽ നിന്ന്. അപ്പൊ എനിക്ക് വീഡിയോ കിട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് കണ്ണു കണ്ടുകൂടെയാണെന്ന് വെച്ച് സംസാരിച്ചു. അപ്പൊ അതേമാതിരി അവൻ തിരിച്ച് സംസാരിച്ചു എന്ന് വെച്ചാൽ സോറി ഒന്നും പറഞ്ഞില്ല. ഞാൻ സംസാരിച്ചു, അവൻ തിരിച്ച് അങ്ങനെ സംസാരിച്ചു ബ്രോ. പിന്നെ ഈ പറയണ പോലെ സിറ്റിസൺ വന്നിട്ട് അവന്റെ അടുത്ത് സംസാരിച്ച അവൻ മൈൻഡ് പോലും ചെയ്തില്ല. പിന്നെ ലാസ്റ്റ് നിങ്ങളുടെ കൂട്ടത്തിൽ ആ ലൂപ്പി എന്ന് പറയുന്ന പുള്ളിക്കാരൻ കണ്ടീന്ന് വിളിച്ച് പോയപ്പോ നമ്മള് വെടിവെച്ചായിരുന്നു. അല്ല ജോസൂട്ടി ഞാനൊരു കാര്യം പറയാം. നമ്മൾ അവിടെ വെച്ച് ഇവന്മാര് അവനെ ഓൾറെഡി അടിച്ച് ഇതാക്കി വിട്ട്. അപ്പോ നമ്മളെ സത്യം പറഞ്ഞ സിറ്റുവേഷൻ അവിടെ കഴിഞ്ഞ്. അപ്പൊ അത് നിങ്ങളുടെ സൈഡിൽ നിന്നാണ് നമ്മുടെ അടുത്ത് പറയേണ്ടത്, കണ്ടിന്യൂ ചെയ്യുവാണോ അല്ലയോ എന്നുള്ളൊരു കാര്യം പറയണ്ടേ. കാരണം നമ്മൾ അവിടെ വെച്ച് തന്നെ അവന്മാരെ അടിച്ച് അന്നേരം തന്നെ അവൻ തിരിച്ച് വെടിയൊന്നും വെക്കാതെ വെടിവെച്ചില്ലെന്നാ തോന്നുന്നത്. എന്നാ പ്രിയറായിട്ട് കണ്ടിന്യൂ പറഞ്ഞോ. നിങ്ങൾ നിങ്ങളുടെ സമയം പറഞ്ഞോ. ആ ഓക്കെ ജോസൂട്ടി. കറണ്ട് പോയോ കറണ്ട്? കൊറേ നേരമായോ? എടാ ഞാൻ മിക്കവാറും ഇപ്പൊ കത്തിപ്പോയടാ. എന്റെ കറണ്ട് പോയേ. എത്ര നേരമായി പോയിട്ട്?